Hello, welcome to another video. Today in this video, awareness of caregiver job. എന്താണ് ഈ കെയർ ഗീവർ ജോബ്? സോ നൗ ലെറ്റ് സ്റ്റാർട്ട്. ഞാനേ മറ്റേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ വാരി സെറ്റാക്കി. പക്ഷെ അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ അമ്പിയെ കട്ടല്ലട്ട ഗൈസ്, ഇത് ഡാഗിനമ്മയുടെ മുടി പോലെ ഉണ്ട്. പോട്ടെ, നമുക്ക് കെയർ ഗീവർ ജോബിലൊക്കെ കേട്ടോ. എന്താണ് ഈ കെയർ ഗീവർ ജോബ്? കെയർ ഗീവർ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60 വയസ്സിനും എബോവ് 60 വയസ്സിന് മുകളിലുള്ള ഒരു അപ്പച്ചനമ്മച്ചിയോ നമ്മൾ അവരെ നോക്കുക, അവർ എവിടെയെങ്കിലുമൊക്കെ വെളിയിലൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ പോവുക, പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ വെച്ച് കഴിക്കുക. എന്ത് രസമുള്ള ജോലിയാലേ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ സോ ഡിഫിക്കൽട്ടാണ് ഈ 60 വയസ്സ് കഴിഞ്ഞവരെ നോക്കണം. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും പള്ളിപ്പെരുന്നാളാണ്. നമ്മളത്തില്ലേ രേവതിയുടെ അവസ്ഥയ്ക്കിലെക്കത്തില്ലേ, വാ തുറന്നാൽ കുറ്റം, വാ തുറന്നില്ലേ കുറ്റം. നിസാര കാര്യങ്ങൾക്ക് വരെ ഒച്ചെടുക്കും. ഒരു ദിവസം പോലും ഇല്ല ഒച്ചെടുക്കാത്ത. ഞാൻ രാവിലെ എഴുന്നേറ്റാ ദൈവമേ ഇന്ന് എന്തിനാണാവോ ഒച്ചയേക്കണേന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് തന്നെ. അപ്പോൾ അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഒച്ചെടുക്കും. ഇപ്പോൾ 1.5 വർഷമായി അതിനകത്തോട്ട് ഇൻവോൾവ്ഡ് ആയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയുമോ? വെറുതെ അല്ല കാരണന്മാർ പറയണ പിടിച്ചതിനേലും വലുതാണ് അളയിലിരിക്കുന്നതെന്ന് പറയില്ലേ എന്ന പോലത്തെ അവസ്ഥ. കുവൈറ്റിൽ നിന്ന് പേടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനേക്കാൾ വെട്ടുന്നതാണ് ഇവിടെ. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിച്ചെന്ന് വിചാരിച്ചോ, ചോദിച്ചു കഴിയുമ്പോൾ പറയും എന്താ ചെയ്യാൻ ഉദ്ദേശമുണ്ടോ, അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം മിണ്ടാതിരിക്കും. ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാലില്ലേ നിനക്ക് ചോദിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോകും, ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നന്നായിട്ട് പോകുന്നു. അപ്പം നമുക്കിങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഓടി വേറെ സ്ഥലത്ത് പോകാൻ നിൽക്കുമ്പോൾ അതിനേക്കാൾ വലുതായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. അപ്പോൾ അത് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ദൈവത്തിനൊന്നും പ്രാകാതെ കിട്ടുന്ന ജോലി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് പതിയെ നമ്മളിൽ നിന്നത് നല്ല ഇതായിട്ട് മാറിക്കോളും. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും പറയേ സ്വന്തം അച്ഛനമ്മനെ പോലെ നോക്കണം, സ്വന്തം അപ്പച്ചനമ്മച്ചനെ പോലെ നോക്കണം എന്ന് പറയും. പക്ഷെ ഞാൻ പറയും ഒരിക്കലും സ്വന്തം അപ്പച്ചനമ്മച്ചനെയും പോലെ നോക്കരുതെന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ? സ്വന്തം അച്ഛനമ്മനെ ഇട്ട് ഓരോ മക്കളിട്ട് തട്ട് കാണണം. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വേറെ, അല്ലാതെ റിയാലിറ്റിയിൽ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. റിയാലിറ്റിയിൽ സ്വന്തം പെൺമക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും ഇറങ്ങിപ്പോയിക്കോ, വയസ്സായി കഴിയുമ്പോൾ ആർക്കും വേണ്ട, ഇറങ്ങിപ്പോയിക്കോ എന്നുള്ള മട്ടാണേ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെപ്പോലെ നോക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ആനിമൽസിനെ ഇഷ്ടമുള്ളവരാണെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, എനിക്ക് ആനിമൽസിനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ വീട്ടിൽ വളർത്തുന്ന ഇഷ്ടമല്ല. കാരണം അവരുടെ രോമമൊക്കെ നമ്മുടെ വയറ്റിൽ എങ്ങനെയെങ്കിലും പോകും, പിന്നെ വയറുവേദന ഉണ്ടാവും, നമുക്ക് പല അസുഖങ്ങളും വരുമെന്നാണ് എൻ്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചത്. പക്ഷേ ഇപ്പം എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പട്ടി, 27 പൂച്ച, ഒരു കാക്ക, ഇഷ്ടമല്ലെന്ന് ഓർക്കണേ, അവരെയൊക്കെ നോക്കലാണ് എൻ്റെ ജോലി. പിന്നെ വീട്ടിലെ ജോലി നോക്കണം. പിന്നെ 60 വയസ്സായ ഒരു ആൻറ്റി, 65 വയസ്സായ ഒരു ആൻറ്റി, അങ്കിള്, പിന്നെ 85 വയസ്സായ ഒരു അമ്മച്ചി, ഇവരെയൊക്കെ നോക്കലാണ് എൻ്റെ ഡ്യൂട്ടി. നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ കുറേയൊക്കെ മാറി. അപ്പം ഞാൻ പറയുന്നത് നമ്മളെപ്പോലെ നോക്കണം. അതായത് ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, 20 വയസ്സുള്ള പട്ടി. ഈ പട്ടി നല്ല പ്രായമായി. ഒരു ദിവസം ഞാൻ വരുമ്പോൾ അങ്ങ് ഓടി നടക്കുന്ന പട്ടിയാണ്. പിന്നെ ഒരു ദിവസം എഴുന്നേക്കാൻ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എഴുന്നേക്കാൻ പറ്റാതെയായി. അത് കിടപ്പായി. അപ്പം ഞാൻ മുകളിലത്തെ നിലയിലാണ് കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ മുറിയുടെ വാതിൽ തുറന്നിട്ടേക്കണേ, ഈ പട്ടി താഴെ കിടക്കണം. അപ്പോൾ ഞാൻ ചിന്തിച്ചത് നാളെ എനിക്കാണ് ഈ അവസ്ഥ വന്നെങ്കിലാന്ന് സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചത്. എനിക്കാണ് ഈ അവസ്ഥ വന്നെങ്കിലാന്ന് വിചാരിച്ച് ആ പട്ടി രാത്രികളിൽ 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യമൊക്കെ അത് കരയോട്ടാ. കരയുമ്പോൾ ഞാൻ ഓടി വന്ന് നെഞ്ചുണങ്ങിയിട്ടായിരിക്കും ഞാൻ അതിന് വെള്ളം കൊടുക്കും. അപ്പോൾ നമ്മളതിന് നല്ല മനസ്സോടുകൂടി നോക്കുമ്പോൾ നമ്മളെയൊക്കെ ആരെങ്കിലും നോക്കാനുണ്ടാവും, ആരെങ്കിലും ഒരു നേരത്തെ വെള്ളമെങ്കിലും തരാനുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളെപ്പോലെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക.
നമുക്കാണ് അവസ്ഥ, നമ്മൾ സാലറി മോഹിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ആ ഒരു സ്റ്റേജിലാണ് എന്നോർത്ത് നമ്മൾ അവരെ ശുശ്രൂഷിക്കുക. അപ്പം നമുക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഇവരിങ്ങനെ ഈ ചീത്തയൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര മനസ്സ് മട്ടിക്കും, മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കും. നമ്മൾ 2 കൈയും ക്രോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ അവർ പറയുന്ന തോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കയറത്തില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടേക്കണം കേട്ടോ. പിന്നെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. അപ്പോൾ ഈ കണ്ണുകൾ നീല കളറും പച്ച കളറോ ചുമപ്പ് കളറൊക്കെ ആവുമെന്നൊക്കെ പറയണം. അത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇവർ പറയണ ചീത്തയൊന്നും നമ്മുടെ മൈൻഡിലോട്ട് കയറില്ല. അങ്ങനെ കുറേയൊക്കെ നമുക്ക് മനസ്സ് കാമാക്കാം. പിന്നെ കോമഡി സിനിമകളൊക്കെ കാണാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇവരുടെ ചീത്തയും പറിച്ചിട്ട് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. കോമഡി സിനിമകളൊക്കെ ജഗദീഷിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ സിനിമ, ജഗദീഷിൻ്റെ ഒക്കെ അവരുടെയൊക്കെ സിനിമ ഒരു 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ കോമഡി സീനൊക്കെ കാണുക. അത് മനസ്സ് ഹാപ്പി ആയിട്ട് വയ്ക്കാൻ നോക്കുക. എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതായത് അവരെയും ദൈവത്തിനെയും നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഉയരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെപ്പോലെ അവരെ സ്നേഹിക്കാൻ നോക്കുക. 60 വയസ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവരങ്ങനെ ആയതല്ല, അവർ നല്ല മനുഷ്യരാണ്. അങ്ങനെ ആയത് അവർ നടന്നു വന്ന പാത വേറെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം നമ്മളും അങ്ങനെ ആയിരിക്കും എന്നോർത്ത് അപ്പം നമ്മൾ പറയും, ഞാൻ അങ്ങനെയൊന്നും ആവില്ല, ഞാൻ എല്ലാവരോടും കരടേയിരിക്കും എന്നൊക്കെ പറയും. നമ്മൾ അതിനേക്കാൾ വെട്ടണമെന്നായിരിക്കും. അപ്പം നമ്മളെപ്പോലെ നോക്കാൻ ശ്രമിക്കുക അവരെ. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 3 പേരുണ്ടേ, 3 പേര് 27 പൂച്ച. ഈ എല്ലാവരുടെയും കാര്യം ഞാൻ മറന്നു. എല്ലാവർക്കും ഈ അങ്കിളിനും ആൻറ്റിക്കൊക്കെ മല്ലിയില രാവിലെ അരച്ചു കൊടുക്കണം, അമ്മയുടെ പ്രഷർ ചെക്ക് ചെയ്യണം. ഇതൊക്കെ ഞാൻ വിട്ടു. നമുക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പിന്നെ പൂച്ചയുടെ കാര്യം നോക്കുമ്പോൾ വന്നിരുമ്പോൾ പ്രഷർ മറന്നു. അപ്പം കുറേ കാര്യങ്ങളുണ്ട് രാവിലെ ചെയ്യണം. അതൊക്കെ ഞാൻ എഴുതി അടുക്കളയിൽ ഒട്ടിച്ച്, നമ്മൾ കാണാവുന്ന സ്ഥലത്ത് എഴുതി വെക്കണം. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, നമ്മൾ പക്ഷെ മറന്നു. അതൊക്കെ എഴുതി ഒരു മതിലിൽ ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് നേരം നമ്മൾ മിക്കപ്പോഴും എന്ത് ചെയ്യും, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓടിപ്പോയി മൊബൈലിരിക്കുമല്ലേ. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ അവരായിട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരോർക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാനില്ലെന്ന് പറയുമ്പോൾ അവർക്ക് വിഷമമാണ്. അവരുടെ കൂടെ ഇരുന്ന് കുഞ്ഞു പിള്ളേരെ പോലെ നോക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവരോട് വീണ്ടും ആ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ചോദിക്കുക. അവരെ ഒരു കുഞ്ഞുങ്ങളെ പോലെ നോക്കുക. ഞാൻ ഒരു കെയർ ഗീവറിൻ്റെ ഒരു വീഡിയോ കണ്ടേ, ഹിന്ദിക്കാരത്തി പെണ്ണ, നോർത്ത് ഇന്ത്യൻസാണ്. ആ പുള്ളിക്കാരത്തി രാവിലെ എഴുന്നേറ്റ് കുളിച്ച്, അമ്മൂമ്മ നല്ല പ്രായമുള്ള അമ്മൂമ്മ, ഒരു 10-90 വയസ്സുണ്ടാവും. മേക്കപ്പ് പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളെ ഒരുക്കണ പോലെയൊക്കെ ഒരുക്കി. അന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ നോക്കാൻ പോണവരെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോയി നമ്മളെ താടിക്കിട്ട് കുത്തും. നമ്മൾ അവരുടെ രീതി നോക്കിയിട്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് മക്കളെ ആരെങ്കിലും വിളിക്കുകയെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ അവർ അറിയില്ലാന്ന് പറയും. ഞാൻ മിക്ക പ്രായമുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. കാരണം അവർ മറന്നു പോകും. ചിലപ്പോൾ അവരോർക്കും മറന്നു പോകണതായിരിക്കില്ല, അവരോർക്ക് കുറേ സമയമായി കഴിച്ചിട്ട് ഇപ്പോഴും എനിക്കൊന്നും തന്നിട്ടില്ലെന്നായിരിക്കും അവർ വിചാരിക്കണം. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, അവർ ഫുഡ് കഴിച്ച് ചെയ്യും, ഇടയ്ക്ക് വല്ല ഫ്രൂട്ട്സാ വല്ല ബിസ്ക്കറ്റാ, അവർക്ക് അധികമൊന്നും വേണ്ട, അവർ 2 ബിസ്ക്കറ്റൊക്കെ മതി, അതൊക്കെ കൊടുക്കുക. അപ്പോൾ അവരൊന്ന് ഹാപ്പി ആയിട്ട് വയ്ക്കുക. ചൊറിഞ്ഞ മാമന്മാരായിരിക്കും മിക്കവാറും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. മൈൻഡ് ചെയ്യാതെ നമ്മളും ഇതുപോലെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവരെ നല്ല സ്നേഹത്തോടു കൂടി പരിപാലിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Have a great day. Thank you.